ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ഒരു കൊലപാതകം തെളിയിക്കാൻ ഒരു പൂച്ചയെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വന്ന സംഭവം. ഇങ്ങനെ ഒരു വാർത്ത കേട്ടവരൊക്കെ ആദ്യം പോലീസിനെ കളിയാക്കി. പക്ഷേ ഈ കളിയാക്കലൊന്നും വകവെക്കാതെ ചത്ത പൂച്ചയുമായിട്ട് പോലീസ് മുന്നോട്ടേക്ക് പോയി. അങ്ങനെ പോലീസ് തെളിയിച്ചത് ഒരു സ്ത്രീയെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു കേസായിരുന്നു. അതായത് ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന് കരുതിയ പ്രതിയെ കുടുക്കിയത് ഈ പൂച്ചയുടെ ജഡമായിരുന്നു. എങ്ങനെയാണ് ഈ പൂച്ചയുടെ പോസ്റ്റ്മോർട്ടത്തിലൂടെ പോലീസ് ഈ കേസ് തെളിയിച്ചത് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത്. 2008 ആലപ്പുഴ ജില്ലയിൽ കരിയിലക്കുളങ്ങരയിൽ പത്തിയൂർ പാടത്തിൽ കുളത്തിന് സമീപം പോയ രണ്ടുപേർ കുളത്തിലെന്തോ പൊങ്ങി നിൽക്കുന്നത് പോലെ കണ്ടു. ഉടൻ തന്നെ അവർ കുളത്തിനടുത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ കണ്ടത് ഒരു ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. ആ ഒരു കുളത്തിൽ രണ്ട് കാലുകൾ ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്നതായിട്ട് കണ്ടു. അത് കണ്ടപ്പോൾ എല്ലാവർക്കും പേടിയായി. ഉടൻ തന്നെ ഈ ഒരു വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു. കാലുകൾ പൊങ്ങി നിൽക്കുകയാണെന്നും കണ്ടിട്ട് ഒരു സ്ത്രീയാണെന്നും ആയിരുന്നു പോലീസിനെ ഇവർ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഉടനെ തന്നെ പോലീസ് എത്തുകയും വെള്ളത്തിൽ നിന്ന് ആ ഒരു ജഡം പുറത്തെടുക്കുകയും ചെയ്തു. ആ ഒരു ജഡം പുറത്തെടുത്തപ്പോൾ നാട്ടുകാരുടെ ആ ഒരു ധാരണ തെറ്റിയില്ല, അതൊരു സ്ത്രീയുടേത് തന്നെയായിരുന്നു. വയറ് കീറിയ നിലയിലായിരുന്നു ആ ഒരു മൃതദേഹം ഉണ്ടായിരുന്നത്. മാത്രമല്ല ആ ഒരു ബോഡിയിൽ ഒരു കല്ല് കെട്ടിവെച്ചതായിട്ടും കാണാമായിരുന്നു. അതോടെ പോലീസിന് ഒരു കാര്യം ഉറപ്പായി, അതൊരു കൊലപാതകമാണെന്ന്. ആ ഒരു മൃതദേഹം പൊങ്ങി വരാതിരിക്കാനാണ് വയറ് കീറി ആ ഒരു കല്ല് കെട്ടി കുളത്തിലേക്ക് താത്തിയത്. പക്ഷേ കൊലപാതകിയുടെ ഉദ്ദേശം നടന്നില്ല. ആ ഒരു മൃതദേഹം ആ ഒരു കുളത്തിൽ നിന്ന് പൊങ്ങി വന്നു. ഈ ഒരു കാഴ്ച അവിടുത്തെ നാട്ടുകാരൊക്കെ കണ്ടപ്പോൾ അവർ പെട്ടെന്ന് ഷോക്കായി. കാരണം ഇത്രയും ജനവാസമുള്ള ഒരു സ്ഥലത്ത് ആരാണ് ഇങ്ങനൊരു കൊലപാതകം ചെയ്തത് എന്ന് അറിയാൻ അവർക്ക് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായി. മാത്രമല്ല ആ ഒരു സ്ത്രീയുടെ ജഡം നാട്ടുകാർക്ക് അത്ര പരിചയവുമില്ല. അവിടെ ഒന്നും മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു സ്ത്രീയുടെ ജഡമായിരുന്നു അത്. അല്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ കൊലപ്പെടുത്തിയതിനു ശേഷം ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ടതാകാം, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വെച്ച് ആ ഒരു കൊലപാതകം നടത്തിയതിനു ശേഷം ഈ ഒരു കുളത്തിലേക്ക് കൊണ്ടിട്ടതാകാം എന്നുള്ളതായിരുന്നു ഒരു പ്രാഥമിക നിഗമനം. ഈ ഒരു മൃതദേഹം കിടന്ന കുളത്തിന് ചുറ്റും എപ്പോഴും ആൾക്കാർ നടക്കുകയും അതേപോലെ തന്നെ ഒരുപാട് വീടുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ആരാണ് മരിച്ചതെന്ന് പോലും ആർക്കും തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആ ഒരു കൊലപാതകം മറയ്ക്കാൻ വേണ്ടി ആ ഒരു കൊല ചെയ്തതിനു ശേഷം ആ കുളത്തിലേക്ക് കൊണ്ടിട്ടതാണെന്ന് പോലീസിന് വ്യക്തമായിരുന്നു. ആ ഒരു സമയത്ത് തന്നെ ആ ഒരു കുളത്തിലും പരിസര പ്രദേശങ്ങളിലും കൃത്യമായ ഒരു അന്വേഷണം പോലീസ് നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ യാതൊരു തെളിവും പോലീസിന് അപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കുളത്തിലേക്ക് വരുന്ന വഴി ഒരു സർപ്പക്കാവുണ്ട്. അവിടെ എന്തോ ചത്ത് മണക്കുന്നതിനാൽ ഈ ഒരു പോലീസ് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ അവിടെയും പോലീസ് പോയി പരിശോധിച്ചു. പോലീസ് അവിടെ പോയി അന്വേഷിച്ചപ്പോൾ കണ്ടത് ഒരു പൂച്ച ചത്ത് കിടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ മണമായിരുന്നു അത്. നാട്ടുകാരൊന്നും ഈ ഒരു പൂച്ചയുടെ മരണം അത്ര കാര്യമാക്കിയില്ലെങ്കിലും പക്ഷെ പോലീസ് ആ പൂച്ചയുടെ ജഡം വെറുതെ വിട്ടില്ല. കിട്ടിയ പൂച്ചയുടെ മൃതദേഹത്തിനും ഈ കുളത്തിൽ നിന്ന് കിട്ടിയ ഈ സ്ത്രീയുടെ മൃതദേഹത്തിനും ഒരേ പഴക്കമായിരുന്നു. ഒരു കാരണം കൊണ്ട് തന്നെ പോലീസിന് എന്തോ സംശയം തോന്നിയത് കൊണ്ടാണ് ഈ പൂച്ചയും എങ്ങനെ മരണപ്പെട്ടു എന്ന് കണ്ടെത്താൻ അവർ ഒരുങ്ങിയത്. അതുകൊണ്ട് തന്നെ ഈ കൊല്ലപ്പെട്ട സ്ത്രീയുടെയും ഈ പൂച്ചയുടെയും പോസ്റ്റ്മോർട്ടം നടത്താൻ പോലീസ് തീരുമാനിച്ചു. ഈ വാർത്ത എല്ലാവരും അറിഞ്ഞപ്പോൾ ആദ്യം ആളുകൾക്ക് ഒരു കൗതുകമായിരുന്നു, എന്തിനാണ് പൂച്ചയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് എന്ന്. കാരണം ഒരു ചത്ത പൂച്ചയ്ക്ക് കേരള പോലീസ് ആദ്യമായിട്ടായിരിക്കും ഒരു മഹസർ എഴുതിയത് തന്നെ. ഈ ഒരു സംഭവത്തെക്കുറിച്ച് പോലീസ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: സാധാരണയായി ഇങ്ങനൊരു സംഭവം നടന്നാൽ നമുക്ക് സംശയം തോന്നേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ രണ്ടുപേരുടെയും, അതായത് ഈ പൂച്ചയുടെയും ഈ സ്ത്രീയുടെയും ഈ ഡെഡ് ബോഡിക്ക് ഒരേ കാലപ്പഴക്കമായിരുന്നു. അത് തന്നെയായിരുന്നു മെയിൻ കാരണം എന്ന്. അതുകൊണ്ട് തന്നെയായിരുന്നു ഫോറൻസിക് വിദഗ്ധരെ കൊണ്ടുവന്നിട്ട് ഈ രണ്ട് ഡെഡ് ബോഡികളുടെയും പഴക്കം നിർണ്ണയിച്ചത്. അങ്ങനെയാണ് ഈ രണ്ട് ഡെഡ് ബോഡിക്കും ഒരേ കാലപ്പഴക്കമാണെന്ന് ഇവർക്ക് മനസ്സിലായത്. അങ്ങനെയാണ് ഈ പൂച്ചയെയും ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കാം എന്നുള്ളൊരു ചിന്ത വന്നത്. ഈ കൊല്ലപ്പെട്ട സ്ത്രീയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഉരുടാൻ എന്ന് പറയുന്ന ഒരു വിഷം കഴിച്ചിട്ടാണ് ഈ സ്ത്രീ കൊല്ലപ്പെട്ടത് എന്ന് മനസ്സിലായി. എന്നാൽ അതൊരു ആത്മഹത്യ അല്ല എന്ന് പോലീസിന് ആദ്യത്തെ അന്വേഷണത്തിൽ തന്നെ കാര്യം പിടികിട്ടിയിരുന്നു. കാരണം വയറ് കീറിയിട്ടുണ്ടായി, വയറിൽ കല്ല് കെട്ടിയിട്ട് വെള്ളത്തിലോട്ടേക്ക് ഇട്ട നിലയിലായിരുന്നു ആ ഒരു ഡെഡ് ബോഡി. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൽ ആരോ വിഷം കലർത്തി കൊടുത്ത് കൊന്നതാവാം എന്ന് മനസ്സിലാക്കാൻ പോലീസിന് അധികം അന്വേഷണത്തിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. ഇരിക്കെയാണ് പൂച്ചയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥർ എന്താണോ സംശയിച്ചത് അതേ കാര്യം തന്നെയായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഉണ്ടായിരുന്നത്. ഈ പൂച്ചയും ചത്തിരിക്കുന്നത് അതേ വിഷം ഉള്ളിൽ ചെന്നിട്ടാണെന്ന് ഈ പോലീസ് മനസ്സിലാക്കുകയാണ്. ഈ രണ്ട് മരണങ്ങളുടെയും ഏകദേശ സമയവും ഒന്ന് തന്നെയായിരുന്നു. രണ്ടുപേരും കഴിച്ച ഭക്ഷണവും ഒരുപോലെ തന്നെയായിരുന്നു. അവിടെ ഈ സ്ത്രീയെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ ശേഷം അവിടെ കെട്ടിത്താഴ്ത്തിയതാണെന്ന് പോലീസിന് വ്യക്തമായിരുന്നു. ആ ഒരു സ്ത്രീ ആരാണെന്നും എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്നും ഈ പൂച്ചയും സ്ത്രീയും കഴിച്ച ഭക്ഷണം എങ്ങനെ ഒരേപോലെ ആയി എന്നുള്ള ചോദ്യങ്ങളായിരുന്നു പോലീസിന് പിന്നീട് ഉണ്ടായിരുന്നത്. ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനായിരുന്നു പോലീസ് പിന്നീട് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ മരിച്ച സ്ത്രീ ആരാണെന്ന് കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിക്കുകയാണ്. അങ്ങനെ ഈ പൂച്ചയും ഈ സ്ത്രീയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, ഒരേ സ്ഥലത്ത് നിന്നാണോ ഈ പൂച്ചയും സ്ത്രീയും വരുന്നത് എന്നുള്ള സംശയവും പോലീസിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യ അന്വേഷണം അതായിരുന്നു, ഈ പൂച്ചയും ഈ സ്ത്രീയും ഒരേ സ്ഥലത്ത് നിന്നാണോ വരുന്നത് എന്ന്. ആ ഒരു സ്ത്രീയുടെ മൃതദേഹം വെള്ളത്തിൽ കിടന്ന് അഴുകിയിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിന് ഇത് ആരാണ് കൊല്ലപ്പെട്ടതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല.
എന്നാൽ പിന്നീട് ഈ പൂച്ചയുടെ ഫോട്ടോയും കയ്യിലെടുത്തായിരുന്നു പോലീസിന്റെ അന്വേഷണം. ആ ഒരു അന്വേഷണം വെറുതെ ആയില്ല. കേസ് സുപ്രധാനമായ ഒരു വഴിത്തിരിവിലേക്ക് എത്തി. ആ മരിച്ച സ്ത്രീ അവിടെ പരിസര പ്രദേശങ്ങളിലൊന്നും അല്ല എന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. മാത്രമല്ല ആ ഒരു ഡെഡ് ബോഡി ഏറ്റെടുക്കാൻ പരിസര പ്രദേശത്തുള്ള ആരും തന്നെ വന്നിട്ടും ഉണ്ടായിരുന്നില്ല. അതോടെ പിന്നെ പൂച്ചയുടെ പുറകെയായി പോലീസ്. ചത്ത പൂച്ചയുടെ ഫോട്ടോയും കൊണ്ട് അന്വേഷണം നടത്തലായി പിന്നെ പോലീസുകാരുടെ ജോലി. ഈ പൂച്ചയുടെ ഫോട്ടോയുമായി അന്വേഷണം നടത്തിയപ്പോൾ അവിടെയുള്ള എല്ലാവരും ഈ പോലീസുകാരെ കളിയാക്കുകയായിരുന്നു, ചിരിക്കുകയായിരുന്നു. കാരണം ഇത് എന്ത് അന്വേഷണമാണ് പോലീസ് നടത്തുന്നതെന്ന് ആർക്കും തന്നെ അങ്ങ് പിടികിട്ടിയില്ല. കാരണം അവിടെയുള്ളവർക്കൊക്കെ അതൊരു തമാശയായിട്ടാണ് ആദ്യം തോന്നിയത്. തന്നെ അവിടെയുള്ള എല്ലാവരും ഈ പോലീസുകാരെ കളിയാക്കാനും തുടങ്ങി. ഈ നാട്ടുകാരൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നത്, ഈ ചത്ത ചീഞ്ഞ പൂച്ചയുടെ ഫോട്ടോ നോക്കിയാൽ ഏകദേശം എല്ലാ പൂച്ചയും ഒരുപോലെ ഇരിക്കും, ജീവനുള്ള പൂച്ചകളെ പോലും പരസ്പരം തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ്, പിന്നെയാണ് ചത്ത പൂച്ചയുടെ ഫോട്ടോ നോക്കി തിരിച്ചറിയുന്നത് എന്നൊക്കെ ഇങ്ങനെ നാട്ടുകാർ അവിടെ കളിയാക്കി പറയാൻ തുടങ്ങി. അങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഈ കളിയാക്കലൊന്നും പോലീസ് അത്ര കാര്യമാക്കിയില്ല. അന്വേഷണമായിട്ട് മുന്നോട്ട് തന്നെ പോലീസ് പോവുകയായിരുന്നു. ഓരോ വീട്ടിലും ഈ ഫോട്ടോയും കൊണ്ട് പോലീസ് കയറി ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ ഒരു വീട്ടിലെത്തി ഈ പൂച്ചയുടെ ഫോട്ടോ കാണിച്ചപ്പോൾ പോലീസിന് സുപ്രധാനമായ ഒരു റെസ്പോൺസ് അവിടെ വെച്ച് കിട്ടുകയാണ്. ആ വീട്ടിലുള്ള ആള് ഈ ഫോട്ടോ കണ്ടപ്പോൾ മറുപടി കൊടുത്തത്, ഞങ്ങൾക്കും ഒരു പൂച്ച ഉണ്ടായിരുന്നു, കുറച്ച് കാലമായി മിസ്സായിട്ട്, ഏതാണ്ട് ഇതേപോലൊക്കെ തന്നെയാണ്, പക്ഷെ ഇങ്ങനെ ജീർണിച്ച ശരീരം കൊണ്ട് അത് ഞങ്ങളുടെ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്താൻ കഴിയില്ല എന്നായിരുന്നു അവർ കൊടുത്ത മറുപടി. പോലീസ് അങ്ങനെ ഒരു റെസ്പോൺസ് കിട്ടിയപ്പോൾ പോലീസ് ചോദിച്ചു, എന്നാണ് നിങ്ങളുടെ പൂച്ച മിസ്സിംഗ് ആയത്? ആ ഒരു ഡേറ്റ് ഓർത്തെടുത്ത് പറയാൻ ആ വീട്ടുകാരോട് പോലീസ് പറയുകയായിരുന്നു. ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞ ഏതാണ്ട് ഈ പൂച്ച മരണപ്പെട്ട അതേ ഒരു സമയത്ത് തന്നെയാണ് ഈ പൂച്ച മിസ്സിംഗ് ആയതെന്നും ഈ വീട്ടുകാരുടെ മൊഴിയിൽ നിന്നും പോലീസുകാർക്ക് വ്യക്തമായി. അതോടെ ഈ പൂച്ച മിസ്സായത് ഈ വീട്ടിൽ നിന്ന് തന്നെയാണെന്ന് പോലീസിന് ഏകദേശം ഒരു ധാരണ കിട്ടിയിരുന്നു. ഈ മിസ്സിംഗ് ആയ പൂച്ചയുള്ള വീടും പരിസരങ്ങളൊക്കെ പോലീസ് കാര്യമായിട്ട് തന്നെ അടിച്ചു പെറുക്കി അന്വേഷിക്കുന്നുണ്ടായിരുന്നു. കാര്യമായ തെളിവുകളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ വീട്ടുകാർക്കും ഈ കൊലപാതകവുമായി ഒരു ബന്ധവുമില്ല എന്ന് പോലീസിന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുകയും ചെയ്തു. അതോടെ ചുറ്റിലുമുള്ള എല്ലാ വീടുകളിലേക്കും പോലീസ് അന്വേഷണം വ്യാപകമാക്കി. അങ്ങനെ ഈ പോലീസ് ചുറ്റുമുള്ള വീട്ടിലൊക്കെ അന്വേഷിച്ചപ്പോൾ ഒരാളെ മാത്രം ഈ പോലീസിന് കണ്ടെത്താനായില്ല. കാരണം പുള്ളി ഇങ്ങനെ പാത്രങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോയി പാത്രം വിൽക്കുന്ന ആളാണ്. ജലാലുദ്ദീൻ എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ പുള്ളി ഇങ്ങനെ പോലീസ് വിളിക്കുന്നുണ്ടായിരുന്നു, ഞങ്ങൾക്ക് നേരിട്ട് കാണണമെന്ന്. അപ്പോൾ ഇങ്ങനെ ഓരോ ഒഴിവ് കഴിവുകളൊക്കെ ഈ ജലാലുദ്ദീൻ പറയുകയായിരുന്നു. പോലീസിന് വീണ്ടും എന്തോ ഒരു സംശയം അവിടെ ഉണ്ടാവുകയായിരുന്നു. പിന്നീട് പോലീസിന്റെ അന്വേഷണം ഈ ജലാലുദ്ദീൻ എന്ന് പറയുന്ന ആളെ ചുറ്റിപ്പറ്റിയായി. അതുകൊണ്ട് തന്നെ ഈ ജലാലുദ്ദീനെ പറ്റി കൂടുതൽ അന്വേഷിക്കാൻ പോലീസ് തീരുമാനിക്കുകയായിരുന്നു. സെല്ലുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഈ താങ്കൾ എവിടെയാണെന്ന് പോലീസ് വിളിച്ചു ചോദിച്ചപ്പോൾ അവർ കള്ളം പറഞ്ഞതാണെന്ന് പോലീസിന് വ്യക്തമായി. അതുകൊണ്ട് തന്നെ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്ന് പോലീസ് തീരുമാനിക്കുകയായിരുന്നു. അപ്പോഴേക്കും അവിടെയുള്ള നാട്ടുകാരൊക്കെ പോലീസിന് മേൽ സമ്മർദ്ദങ്ങൾ ഇങ്ങനെ ഉയർത്താൻ തുടങ്ങി. കാരണം കൊല്ലപ്പെട്ടത് ആരാണെന്ന് ഇതുവരെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല. വെയിൽ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ അയാൾ തിരിച്ച് വീട്ടിലെത്തി എന്ന് പോലീസിന് മനസ്സിലായി. പോലീസ് ജലാലുദ്ദീന്റെ വീട്ടിൽ വെച്ച് തന്നെ അയാളെ അറസ്റ്റ് ചെയ്യുക. ഒരു ചോദ്യം ചെയ്യൽ അയാൾ ആ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. ആ ഒരു കുറ്റസമ്മതം എന്ന് പറയുന്നത് ഈ സ്ത്രീയെയും പൂച്ചയെയും വിഷം നൽകി കൊന്നത് ജലാലുദ്ദീൻ എന്നായിരുന്നു അയാളുടെ കുറ്റസമ്മതം. അങ്ങനെ പോലീസ് തെളിവുകൾ നിരത്തി ജലാലുദ്ദീനെ ചോദ്യം ചെയ്തപ്പോൾ ഞാൻ കുടുങ്ങിയെന്ന് ജലാലുദ്ദീന് മനസ്സിലായി. അങ്ങനെ എന്താണ് സംഭവിച്ചതെന്ന് ജലാലുദ്ദീൻ ഓരോന്നോരോന്നായിട്ട് പറയാൻ തുടങ്ങി. ഒരു കൊല്ലപ്പെട്ട സ്ത്രീയെ മുമ്പ് പരിചയമുണ്ടെന്നും ആ സ്ത്രീയിൽ നിന്ന് ജലാലുദ്ദീൻ കുറച്ച് പൈസ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സ്ത്രീ ആ പൈസ തിരിച്ചു ചോദിച്ചപ്പോൾ അവരെ കൊലപ്പെടുത്താനാണ് താൻ പ്ലാൻ ചെയ്തത് എന്ന് ജലാലുദ്ദീൻ അവിടെ പോലീസുകാരോട് മൊഴി നൽകുകയായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരോട് ജലാലുദ്ദീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അയാൾ ഈ പാത്രങ്ങളൊക്കെ ആയിട്ട് ഓരോരോ സ്ഥലത്ത് പോയിട്ട് വിൽപ്പന നടത്തുന്നതാണ്. അങ്ങനെ ഈ യാത്രയിലാണ് ഈ ഒരു സ്ത്രീയെ പരിചയപ്പെട്ടതെന്നും അങ്ങനെയാണ് ഈ സ്ത്രീയുമായിട്ട് പരിചയത്തിലാവുന്നതും പിന്നീട് പ്രണയത്തിലാവുന്നതും. അങ്ങനെ ഈ ജലാലുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തി ഈ സ്ത്രീയുടെ ആഭരണങ്ങളൊക്കെ പണയം വെക്കാൻ വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഒരുപാട് പണവും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്ത്രീ ഈ ആഭരണങ്ങളും പൈസയൊക്കെ തിരിച്ചു ചോദിച്ചപ്പോൾ ജലാലുദ്ദീൻ അവരെ കൊല്ലാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ ഈ സ്ത്രീ നിരന്തരം ഈ ജലാലുദ്ദീൻ എന്ന് പറയുന്ന ആളോട് ഈ പണവും സ്വർണവും ഒക്കെ തിരിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ തമ്മിൽ വലിയൊരു വഴക്ക് തന്നെ ഉണ്ടായി. ആ ദേഷ്യത്തിൽ തന്നെയാണ് ജലാലുദ്ദീൻ ഇവരെ എങ്ങനെയെങ്കിലും കൊലപ്പെടുത്തണം എന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനം എടുക്കുന്നത്. അങ്ങനെ ജലാലുദ്ദീൻ സ്നേഹത്തോടെ ഈ സ്ത്രീയെ വിളിക്കുകയും ഇവർ ഒരുമിച്ച് ഒരു ദിവസം ഒരു പകൽ മുഴുവൻ ചെലവഴിക്കുകയും ഉണ്ടായി. അതിനുശേഷം ഇവർ രണ്ടുപേരും നടന്ന് ആ ഒരു കുളത്തിന്റെ അടുത്തേക്ക് എത്തുകയാണ്. അതിനുശേഷം വീട്ടിൽ നിന്നും എടുത്തുകൊണ്ടുവന്ന ഭക്ഷണത്തിൽ ജലാലുദ്ദീൻ ഫ്യൂരിഡാൻ എന്ന് പറയുന്ന ആ ഒരു വിഷം കലർത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു സ്ത്രീ അന്ന് ജലാലുദ്ദീനെ ഒരുപാട് വിശ്വസിച്ചിരുന്നു. ഒരുപാട് സ്നേഹത്തോടെയായിരുന്നു ഈ ഒരു പുള്ളി പെരുമാറിയിരുന്നത്. അതുകൊണ്ട് തന്നെ ജലാലുദ്ദീൻ കൊടുത്ത ആ ഒരു ഭക്ഷണം സ്നേഹത്തോടെ ആ പാടത്തിന്റെ അടുത്ത് ഇരുന്ന് കഴിക്കുകയായിരുന്നു. ഭക്ഷണം കഴിച്ചതിന് ശേഷം ആ ഒരു സ്ത്രീ അവിടെ വെച്ച് ഛർദ്ദിക്കുകയും പിന്നീട് മരണപ്പെടുകയും ചെയ്യുകയായിരുന്നു. പിന്നീട് ആ ഒരു സ്ത്രീയുടെ വയറ് കുത്തി കീറിയതിനു ശേഷം കാലുകൾ രണ്ടും കെട്ടിയിട്ട് ഒരു കല്ല് വയറിൽ കെട്ടിവെച്ചതിന് ശേഷം ആ ഒരു സ്ത്രീയെ ഈ കുളത്തിലേക്ക് ഇടുകയായിരുന്നു. ഇത്രയും കാര്യങ്ങൾ അയാൾ പോലീസിനോട് തുറന്നു പറഞ്ഞു.
കാര്യങ്ങൾ അയാൾ തുറന്നു പറഞ്ഞിട്ടും പോലീസിന് സംശയം വീണ്ടും ബാക്കിയായിരുന്നു. ആ പൂച്ച എങ്ങനെ മരണപ്പെട്ടു എന്നായിരുന്നു പോലീസിന്റെ അടുത്ത സംശയം. ഉത്തരം അയാൾ നൽകിയത് ആ വിഷം കലർത്തിയ ഭക്ഷണം എടുക്കാൻ പോയപ്പോൾ ആ ഒരു ഭക്ഷണത്തിൽ മീനുണ്ടായിരുന്നു. അപ്പോൾ മീനിൻ്റെയും ഈ ഭക്ഷണത്തിൻ്റെയും ഒക്കെ മണം അടിച്ചപ്പോൾ ആ പൂച്ച തൻ്റെ പുറകെ വന്നെന്നും അങ്ങനെ ഈ സ്ത്രീക്ക് ഈ ഒരു ഭക്ഷണം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് ഈ പൂച്ച കഴിക്കുന്നത് താൻ കണ്ടു എന്നും ജലാലുദ്ദീൻ മൊഴി നൽകി. അങ്ങനെയാണ് അതേ വിഷം ഈ പൂച്ചയുടെ ശരീരത്തിലും എത്തിയത് എന്ന് പോലീസിന് മനസ്സിലായി. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ ഈ പ്രതിയെ അന്വേഷണ സംഘം നിയമത്തിന് മുന്നിലേക്ക് എത്തിക്കുകയാണ്. 4 വർഷത്തെ വിചാരണയ്ക്കൊടുവിൽ കോടതി ഇയാളെ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു. ഈ ഒരു കേസ് ഒരിക്കലും എന്നിലേക്ക് എത്തില്ല എന്ന് ജലാലുദ്ദീൻ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഈ പൂച്ചയുടെ മരണത്തോടു കൂടിയാണ് ആ ഒരു അന്വേഷണം ഒരു വഴിത്തിരിവായതും ജലാലുദ്ദീനെ പോലീസ് പിടികൂടിയതും.